സഞ്ജുവും പ്രാക്ടീസ് കഴിഞ്ഞ് ജ്യൂസ് ഇരിക്കുന്ന സമയത്ത് അവൻ എന്നെ ഉപദേശിക്കുകയായിരുന്നു. അച്ചായോ, ഈ ലവിലൊന്നും പോയി തല വെച്ച് കൊടുക്കില്ല, അത് ശരിയല്ല. അപ്പോൾ ഞാനും വളരെ സീരിയസ് ആയിട്ട് പറയായിരുന്നു, ശരിയാണ്, അങ്ങനെ അല്ലെങ്കിൽ ആരാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും അവനാണ് എന്നെക്കാളും 1.5 വർഷം മുമ്പ് സീനിയറായിട്ടിരിക്കുന്നത്. അവനാണ് ആദ്യം പോയി പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ ഇൻസിഡൻറ്റിനെ ഫോളോ അപ്പ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഈ മാറ്റം ഉണ്ടായി? എന്തെല്ലാം വെളിപ്പെടുത്തലാണെന്ന് നോക്ക്. സ്വന്തം ചേട്ടനോട് പറഞ്ഞു, എടാ ലവിലൊന്നും പോയി ചായ ചാടിയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് മൂപ്പരെ ഇങ്ങനെ വളരെ ഇതിൽ മാറ്റി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി. അത് കഴിഞ്ഞ് മൂപ്പരോട് പറയാതെ പോയിട്ട് ലവിൽ പോയി തല വെച്ചു. ഇല്ല, അത് കുഴപ്പമില്ല, അതൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു തിങ്കിങ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. പിന്നെ മാറിയപ്പോൾ പോയി പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വഴക്കുണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ മെയിനായിട്ട് ചാരുവാണ് സോൾവ് ചെയ്യുന്നതല്ലേ? അതെന്താണ്, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ചാരുവാണ് സോൾവ് ചെയ്യുക? ആദ്യം മിക്ക പെർസെൻറ്റേജ് കൂടുതൽ ചാരുവാണ്. ഞാൻ ചെയ്യത്തില്ല എന്നില്ല. സഞ്ജു വഴങ്ങി തരില്ല അല്ലേ? കുറച്ച് പിടിവാശി കുറച്ച് കൂടുതലാണ്. കുറച്ചേറെ കൂടുതലാണ്. പിടിവാശി എന്നല്ല, സഞ്ജുവിന്റെ രീതിയുണ്ട്, അത് അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എനിക്കത് തീർക്കണം. അപ്പം സഞ്ജുവിന് അങ്ങനെയൊന്നുമില്ല. സഞ്ജുവിന് ഒരാഴ്ച കഴിഞ്ഞ് തീർത്താലും മതി, എനിക്ക് അപ്പം തന്നെ തീർക്കണം. ഒരു ദിവസം കഴിയുമ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ തോന്നും, അതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ചങ്ങ് തീർക്കും. അതെന്താണോ സഞ്ജു ഒരാഴ്ചയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഒരാഴ്ച കുറച്ച് കൂടിപ്പോയി. എന്നാലും കുറച്ചുകൂടി മനക്കരുത്ത് നമുക്കാണ്.